അവനവനെ ഉൾക്കൊള്ളുന്നതിനേക്കാളും ഉപരി സർവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല വൃത്തം എന്നിൽ നിന്ന് നമ്മളിലേക്ക് ഉയരുക. ഈ ഉയർച്ചയിലെത്തുന്ന കുഞ്ഞ് ഏതോ ആ കുഞ്ഞാണ് വിവാഹത്തിന് പ്രാപ്തമാകുക. അല്ലാതെ ആ കുഞ്ഞിന് 25 വയസ്സായോ 26 വയസ്സായോ 22 ഇനി വിവാഹമായിക്കൂടെ, ഇതല്ല. പ്രായമല്ല, പക്വമായ യോഗ്യതയുള്ള ജീവിതത്തിലേക്ക് ഉയർത്തുക എന്നതാണ് വിവാഹത്തെ സംബന്ധിച്ച് ഒരു ഗൃഹത്തിന്റെ ഉള്ളിൽ, കുടുംബത്തിന്റെ ഉള്ളിൽ അച്ഛനമ്മമാരുടെ കാഴ്ചപ്പാട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കാണ് സത്യം. മാഷ് പറയാണ്, പറയാതറിയാൻ അറിയാമോ. ഈ ഒരു കഴിവിലേക്ക്, ഗുണത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തിയെടുക്കുന്നുണ്ടോ? അച്ഛനമ്മമാരുടെ ധർമ്മം എന്താ? കുട്ടികളുടെ ശാരീരിക വികാസത്തിനോടൊപ്പം ആ കുഞ്ഞിന്റെ മാനസികമായ വികാസം ആ കുഞ്ഞിനുണ്ടാകുന്നുണ്ടോ? ഓരോ ദിവസവും കുഞ്ഞിന്റെ പെരുമാറ്റത്തിൽ അത്തരത്തിലുള്ള വികാസവും വളർച്ചയും വരുന്നുണ്ടോ? ചെറിയ വൃത്തത്തിൽ നിന്ന് എന്റെ കുഞ്ഞ് വലിയ വൃത്തത്തിലേക്ക് വികസിക്കുന്നുണ്ടോ? അവരുടെ പെരുമാറ്റത്തിൽ വൈയക്തിക ആവശ്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടാത്ത വ്യക്തിത്വം നമ്മുടെ കുഞ്ഞിനുണ്ടാകുന്നുണ്ടോ? എന്റെ കാര്യം മാത്രം അതിൽ നിന്ന് ഉയർന്ന് ആ വീട്ടിലെ സർവരുടെയും കാര്യത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് പുട്ട് ഇഷ്ടമല്ല, പക്ഷെ ആ വീട്ടിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ഇഷ്ടത്തെ ഈ വലിയ ഇഷ്ടത്തിനോട് ചേർത്ത് വയ്ക്കാൻ എന്റെ കുഞ്ഞ് അതിനനുസരിച്ച് വളരുന്നുണ്ടോ? ആ മാനസികാവസ്ഥ എന്റെ കുഞ്ഞിനുണ്ടോ? അതോ ആ ഒരു കുഞ്ഞിന് വേണ്ടി വീട്ടിലെ 4 പേരും മാറുകയാണോ? എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കരുത്. ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ. അല്ല, നന്നാകാൻ സാധ്യതയുണ്ടോ? ഇതെന്താ ലോട്ടറി എടുക്കുകയാണോ? സാധ്യതകളാണോ? നമ്മുടെ കയ്യിൽ കിട്ടിയ ഒന്നിനെ ഏറ്റവും സുന്ദരമാക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ ധർമ്മമാണ് ഒരു കുടുംബത്തിൽ ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞിന്റെ ശാരീരിക പോഷണവും വളർച്ചയോടൊപ്പം തന്നെ ആ കുഞ്ഞിന്റെ മാനസികമായ വളർച്ചയും ഉയർച്ചയും വികാസവും വ്യക്തിത്വവും ആ കുഞ്ഞിൽ കരുപ്പിടിപ്പിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു കുടുംബമാകുന്നത്.